ഒരിക്കൽ ഒരാൾ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. നല്ല വെയിലുള്ള സമയമാണ്. ചുറ്റും മണൽ മാത്രം. അദ്ദേഹത്തിന് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി. തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ ദൂരെ ഒരു കിണർ. അദ്ദേഹം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കിണറ്റിൽ വെള്ളമുണ്ട്. പക്ഷേ ബക്കറ്റുമില്ല, കയറുമില്ല. എന്തു ചെയ്യും? അദ്ദേഹം പതുക്കെ കിണറിൻ്റെ വശങ്ങളിൽ പിടിച്ച് താഴേക്കിറങ്ങി. എന്നിട്ട് ആവോളം വെള്ളം കുടിച്ചു. ഹാവൂ, സമാധാനമായി. അദ്ദേഹം അള്ളാഹുവിന് നന്ദി പറഞ്ഞു പതുക്കെ കിണറിന് മുകളിലേക്ക് കയറി വന്നു. അപ്പോഴാണ് അദ്ദേഹം കണ്ടത്, കിണറിന് തൊട്ടടുത്ത് ഒരു പാവം നായ നിൽക്കുന്നു. അത് ദാഹം സഹിക്കാൻ വയ്യാതെ നാവൊക്കെ പുറത്തിട്ട് കിതയ്ക്കുകയാണ്. ആ പാവം നായ മണ്ണിലൊക്കെ നക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആ മനുഷ്യന് വല്ലാതെ വിഷമം തോന്നി. അയ്യോ പാവം! അദ്ദേഹം ഒട്ടും ആലോചിച്ചില്ല. വേഗം കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ കാലിലെ ഷൂ ഊരിയെടുത്തു. എന്നിട്ട് ആ ഷൂവിൽ വെള്ളം നിറച്ചു. വായ കൊണ്ട് കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് കിണറിന് മുകളിലേക്ക് കയറി വന്നു. എന്നിട്ട് ആ ഷൂവിലെ വെള്ളം നായയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. ആ പാവം നായ സന്തോഷത്തോടെ ആ വെള്ളം മുഴുവൻ കുടിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ നോക്കി വാലാട്ടി നന്ദി പറഞ്ഞു. മക്കളെ, ആ നായയെ സഹായിച്ചത് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമായി. ഒരു പാവം മൃഗത്തിനോട് കരുണ കാണിച്ചതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തു. അതുകൊണ്ട് നമ്മളും എപ്പോഴും ഇങ്ങനെയായിരിക്കണം. നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്ന പൂച്ചയോടോ പറവകളോടോ ഒന്നും ക്രൂരത കാണിക്കരുത്. അവയ്ക്കൊക്കെ കുറച്ച് വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അതാണ്.